ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണ 3 സാരീസ് ആണ്. അതിൻ്റെ അകത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത 3 സാരീസ് ആണ്. ഒരു സാരിയിൽ നല്ലോണം ഹെവി ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടി വെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കി 2 സാരീസ് നോർമലി കാണുന്ന ഫ്രണ്ട് പ്ലീറ്റ്സിൽ കാണുന്ന ഭാഗത്ത് മാത്രം വർക്ക് വരുന്ന 2 സാരീസ് ആണ്. ഈ 3 സാരീസിൻ്റെ ഇത് എങ്ങനെയാണ് വർക്ക് വരുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സാറ്റിൻ മെറ്റീരിയൽ, സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ, ഓർഗൻസ അങ്ങനത്തെ മെറ്റീരിയലിലൊക്കെ ഡിസൈൻ വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ മെറ്റീരിയൽ എല്ലാം തെന്നി പോകും. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കണ്ടേ എന്നുള്ളത് എല്ലാവർക്കും ഒരിത്തിരി കൺഫ്യൂഷനാണ്. അപ്പോൾ ഡിസൈൻ വെച്ചിട്ട് ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ എന്തായിക്കോട്ടെ, അത് നല്ലോണം ഇപ്പോൾ നിലത്തോ അതല്ല ഡൈനിങ് ടേബിളിലാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ നല്ലോണം വിരിച്ചിട്ടിട്ട് എല്ലാ അതിൻ്റെ 4 സൈഡിലും നല്ല വെയിറ്റ് ഉള്ള സാധനം, എന്തെങ്കിലും സാധനം നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ ആ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടി 4 സൈഡിലും എടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡിസൈൻ സ്ഥലത്തും എവിടെയാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കണേന്ന് വെച്ചാൽ അവിടെ ഡിസൈൻ വെച്ചിട്ട് അതിന് ചുറ്റും വീണ്ടും എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം എടുത്ത് വെക്കുവാണെങ്കിൽ പിന്നെ തുണി അങ്ങനെ തെന്നിപ്പോകത്തില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെ, എന്നാലും ബാക്കിയുള്ള മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലിൽ ഡിസൈൻ വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ തെന്നി പോണ കാരണം ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം മെഷർമെൻ്റ് എടുക്കാനും അതുപോലെ തന്നെ ഡിസൈൻ വരയ്ക്കാനും. അല്ലെങ്കിൽ മെഷർമെൻറ്റ് മാറി വരും, ലെവൽ തെറ്റിപ്പോകും. അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വരയ്ക്കേണ്ട ഒരു മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. അപ്പം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്കപ്പോൾ ഈ ഡിസൈനിങ്ങും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോ സാരീസും കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഇതൊരു പാർട്ടി വെയർ സാരി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ക്രിസ്പി ജോർജറ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ കടായിക്കമ്മൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെസ്റ്റ് പോർഷനിൽ ഷോൾഡർ തൊട്ട് ഇവിടെ ഒരു 18 ഇഞ്ച് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കടായിക്കമ്മൽ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നടുക്ക് വേറൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരേ ഫ്ലവർ കടായിക്കമ്മലിൻ്റെയും സെൻറ്ററിൽ തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ലൈറ്റ് ഒലീവ് ഗ്രീൻ ലീവ്സ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ തയ്ച്ചിരിക്കുന്നത് 6 strands ത്രെഡ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത് മുഴുവനും. അത് ഈ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ കയ്യിൽ വരുന്ന പോർഷൻ, ഇപ്പോഴത്തെ ഷോൾഡറിൽ വരുന്ന പോർഷനിലും വർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിടുവാണെങ്കിൽ വെറുതെ അങ്ങനെ ഞെറിഞ്ഞൊന്നും ഇടാണ്ട് ചുമ്മാ സ്റ്റൈലായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണെങ്കിൽ ഈ ഒരു പോർഷനിലും വർക്കുണ്ട്, ചെസ്റ്റ് പോർഷനിലും വർക്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ സിംഗിൾ മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട്. കടായിക്കമ്മലിൻ്റെ മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്ന ഡിസൈനിങ്. എന്നുവെച്ചാൽ ഈ സിംഗിൾ മോട്ടീവ്സ് ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങോട്ടേക്ക് പുറകു വശത്തോട്ടൊന്നും ഇല്ല ഡിസൈനിങ്ങിൽ, ഈ ഒരു ഫ്രണ്ടിൽ മാത്രം. പിന്നെ വരുന്നത് പല്ലുവാണ്. ഇത് ഫ്രണ്ടിൽ കാണുന്ന ഭാഗം. ഈ പല്ലു അങ്ങോട്ടേക്ക് ഈ ഷോൾഡറിൽ നിന്ന് പല്ലുവിലോട്ട് ഇങ്ങനെ സിംഗിൾ മോട്ടീവ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പല്ലുവിലും ഒരു ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പല്ലുവിലൊരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പല്ലുവിൻ്റെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ സിംഗിൾ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് പല്ലുവിലും കൊടുത്തിട്ടുണ്ട് 3 വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പല്ലുവിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു വർക്ക് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കാലിന്റെ അവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സെയിം ബ്ലൗസ് പീസാണ്. സാരിയുടെ മാച്ചിങ് തന്നെ ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിൽ സ്ലീവിൻ്റെ ഇവിടെയായിട്ട് 2 മോട്ടീവാണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് പോർഷനിലും ഷോൾഡറിലും റണ്ണിങ് പോർഷനിലും പല്ലുവിലും 2 സൈഡിലും പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും. അപ്പോൾ അത്യാവശ്യം ഹെവി വർക്ക് ചെയ്ത ഒരു സാരിയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിങ്ങനെ ഇങ്ങനെ തെന്നി പോകുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോടെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഡിസൈൻ വരയ്ക്കാൻ. അതിലും ഉപരി നമ്മൾ തയ്ക്കാൻ നേരത്തെ അതിലും നല്ല കെയർഫുൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഫ്രെയിം ഇടാൻ നേരത്ത് ഒട്ടും വലിക്കാൻ പാടില്ല. വലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പം പിഞ്ചിയ പാട് വരും. സിൽക്കിലൊക്കെ വരുന്ന പോലെ ഇതിനും പെട്ടെന്ന് പിഞ്ചിയ പാട് വരും. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഫ്രെയിമിന് ചുറ്റും സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ സ്ക്രൂ ഫുള്ളായിട്ട് ലൂസ് ചെയ്തിട്ട് ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം തുണി വലിച്ചു പിടിച്ച് വെച്ചിട്ട് സ്ക്രൂ ടൈറ്റൻ ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് എന്നിട്ടും ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പയ്യെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വലിക്കുക, മുറുക്കി വലിക്കരുത്, അപ്പം തന്നെ സ്ട്രെച്ച് മാർക്സ് വരും. പിന്നെ ഇതിൻ്റെ അകത്ത് തയ്ക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ നോർമൽ നമ്മൾ കോട്ടൺ തുണിയിൽ തയ്ക്കുന്നേക്കാളും കൂടുതൽ സമയം നമ്മൾ എടുക്കും. ഇരട്ടി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കൂടുതൽ സമയം എടുക്കും ഇതിന്. മറ്റേനാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കടയക്കമ്മിൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു മെറ്റീരിയലിൽ തയ്ക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ ഒരു ഡൗട്ട് വരുന്നത്, നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ സൂചി പൊക്കിയിട്ട് താത്തുമ്പോൾ ആ സൂചി എടുക്കുന്ന ഭാഗത്തൊക്കെ തുണി വലിഞ്ഞു പോയിട്ട് കുറച്ചും കൂടെ വലിയ തുളയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഇങ്ങനത്തെ മെറ്റീരിയൽ, ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ജൂട്ട് മെറ്റീരിയൽ അങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ ഈ ഇഴ അകന്നു പോയിട്ട് നമുക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാണുമെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു മെറ്റീരിയൽ? നിങ്ങൾക്ക് ഫിനിഷിങ് കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് തോന്നും അത് വൃത്തികേടായിരിക്കുമല്ലോ എന്ന് തോന്നും. സാറ്റിൻ സിൽക്ക്, ഇങ്ങനത്തെ ക്രിസ്പി ജോർജറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്യുവർ ജോർജറ്റ് മെറ്റീരിയലിലൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അതിന് ഫിനിഷിങ്ങിന് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല, നിങ്ങൾക്ക് തയ്ക്കാം. പക്ഷെ എല്ലാ സ്റ്റിച്ചസും തയ്ക്കാൻ പോകരുത്. ഇപ്പോൾ കടായിക്കമ്മൽ, അതെല്ലാം ബൂളിയൻ നോട്ട് അങ്ങനെയുള്ള സ്റ്റിച്ചസൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ മെറ്റീരിയലിൽ തയ്ക്കുന്നത് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാരി. ഈ സാരിയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിൽക്കി ചെക്കോട്ടയാണ്. അപ്പോൾ ഇത് ഡെയിലി വെയറിന് പറ്റിയൊരു മെറ്റീരിയലാണ്. നല്ല സുഖമാണ് ഉടുക്കാൻ, ലൈറ്റ് വെയിറ്റ് ആണ്, റേറ്റും വളരെ കുറവുള്ള ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സർക്കിൾ ഡിസൈൻസ് ആണ്. ഇതിൻ്റെ അകത്ത് സ്പൈഡർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഓരോ സ്പൈഡറിൻ്റെ ഇടയ്ക്ക് ഓരോ സ്റ്റോൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു വൈറ്റ് സ്റ്റോൺസ് ആണ്, ചുറ്റും ഗോൾഡൻ ഇതും വൈറ്റ് കളർ സ്റ്റോണും ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്കിയെല്ലാം എംബ്രോയിഡറി, സ്പൈഡർ വർക്കും ഡെയ്സി ലീവ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നേവി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 എണ്ണം ഫ്രണ്ടിൽ വരുന്നുണ്ട്, 4 ഡിസൈൻ. പിന്നെ പല്ലൂല് വന്നിരിക്കുന്നത് ഒരു സൈഡിലേ ഉള്ളൂ, നമ്മൾ കാണുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ, ഒരു സർക്കിൾ ഡിസൈനും. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഇതുപോലെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ സർക്കിൾ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 7 ഡിസൈൻ ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ഒന്നും അല്ല, അത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. റെഡ് ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ എടുത്ത് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസ് ഇല്ല. ഈ ഒരു സാരിയിൽ 7 ഡിസൈൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സാരി. ഇതും സിൽക്കി ചെക്കോട്ടയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സുഖമായിട്ട് നമുക്ക് ഉടുക്കാൻ, മാനേജ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു ഫ്ലവർ ബഞ്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ തന്നെ 35 ഡിസൈൻസ് ആണ് ഉള്ളത്. അങ്ങനെ 2 ബഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ബഞ്ച് നമ്മൾ കാലിൻ്റെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഫുൾ ഫ്ലവർ ബഞ്ച് തയ്ച്ചിട്ടുണ്ട്. പിന്നെ പല്ലൂലാണ് വന്നിരിക്കുന്നത്. പല്ലൂലും ഇതുപോലെ തന്നെ ഒരെണ്ണം ഒരു ഫ്ലവർ ബഞ്ച് വെച്ചിട്ടുണ്ട്. റണ്ണിങ് പോർഷനിലൊന്നും ഇല്ല. അപ്പം നമുക്ക് ആ മൊത്തത്തിൽ 4 ഡിസൈനാണ് ഉള്ളത്. പല്ലൂല്, ചെസ്റ്റ് പോർഷനിൽ 2 എണ്ണം, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. അപ്പോൾ ഇത് തയ്ച്ചിരിക്കുന്നത് പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് ഫുൾ ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ്, ഡബിൾ ഷെയ്ഡ് പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പേൾ കോട്ടൺ ത്രെഡാണ്. ഇത് സിംഗിൾ പേൾ കോട്ടൺ ത്രെഡിൻ്റെ തന്നെ സിംഗിൾസ് ഒരു വട്ടമാണ് ത്രെഡ് എടുത്തിട്ടുള്ളൂ. ഫ്ലവർ തയ്ക്കാൻ നേരത്ത് നമ്മൾ 2 വട്ടം പേൾ കോട്ടൺ ത്രെഡ് സെയിം കളർ മാച്ചിങ് നോക്കിയിട്ട് എടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് 2 ത്രെഡ് വെച്ചിട്ട് തയ്ക്കണ്ടേ എന്നുള്ളത് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മേളിൽ കാർഡിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ഡെയിലി വെയറിന് ഉടുക്കാൻ പറ്റിയ ഒരു ഡിസൈനിങ് ആണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും ഈ പിങ്ക് കളർ കോൺട്രാസ്റ്റ് കളർ ഈ സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ 2x2 ആണെങ്കിലും മെറ്റീരിയലിൻ്റെ ബ്ലൗസ് പീസ് എടുത്ത് തയ്ച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സിൽക്ക് ആയാലും കുഴപ്പമില്ല. കോട്ടൺ സിൽക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ തെറിച്ച് നിൽക്കും. ഇതിനത്രയും സിൽക്കി എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ച് തെറിച്ച് നിന്നാൽ കുറച്ച് മെനകേടായിരിക്കും. അതുകൊണ്ട് കോട്ടൺ അല്ലെങ്കിൽ ഈ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ ഈ കളർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ബ്ലൗസായിട്ട് ഇടാനായിട്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ 3 സാരീസ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.